ഹലോ ഗൈസ്, ഇന്നൊരു നെസ്റ്റോ ഡേ ആണ്. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഓർമ്മയിൽ നെസ്റ്റോ പോകലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നെസ്റ്റോ പോകാൻ വേണ്ടി പോവാണ്. നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പച്ചൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലെത്തി പാർക്കിംഗ് ഏരിയയിൽ ബാക്കിൽ നമ്മളെപ്പോഴും അങ്ങനെയാണ്, ബാക്കിൽ കൂടെ ഉള്ള ഒരു ഇതുണ്ടല്ലോ എൻട്രൻസ്, അതിൽ കൂടെ പോയി താഴത്തുനിന്ന് ലിഫ്റ്റ് കയറി മേലേക്ക് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുക. അതാണ് എളുപ്പം തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ കയറി അതിൻ്റെ അകത്ത് കയറി. ഇതൊക്കെ ഇന്നലത്തെ ഞായറാഴ്ച ഉണ്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ഇന്നലത്തെ ഓഫേഴ്സൊക്കെയാണ്, പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മോന് പിന്നെ അത് കിട്ടിയപ്പോൾ അവന് ഇറങ്ങി അത് തള്ളി നടത്താലൊക്കെ തുടങ്ങിയ അപ്പം തന്നെ വീഴും ചെയ്ത്. അതിൽ പിന്നെ കരച്ചിലായി ഒരു കഥ. അത് പിന്നെ അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി റെഡിയായി വന്ന് പിന്നെ നേരെ എൻ്റെ കണ്ണു പോയത് ഈ ഒരു ഐറ്റംസ്, ഇങ്ങനത്തെ ഐറ്റംസാണ് എനിക്കിഷ്ടം. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ് പരതൽ. പിന്നെ നേരെ നമ്മൾ മേലെ പോയിട്ട് എന്താ പറയുക, കുട്ടികളുടെ സെക്ഷൻ അവിടെയൊക്കെയാണ് ഞാൻ പോയിട്ട് നോക്കലിട്ടാ. പക്ഷേ ഇപ്രാവശ്യം അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലത്തെ കുറച്ച് ഡെയിലി ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് മേടിക്കേണ്ടിണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അതൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തേന് വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതും നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. സാധാരണ ഞായറാഴ്ച അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇന്നലെ എന്തോ ഭാഗ്യത്തിന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചിട്ടാണ് പോകാമെന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് അവിടെ നിന്ന് നേരെ ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് അതേ ട്രോളിയിൽ തന്നെയാണ് നമ്മൾ താഴേക്ക് പോയത്. കാരണം വണ്ടിയിലെത്തും വരെ അത്രയും വെയിറ്റ് ഒന്നും പിടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങി നമ്മൾ വണ്ടിയിൽ എത്തി. നമ്മൾ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് നെസ്റ്റോന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് എപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ഒരു ചായ മസ്റ്റാണ്. അത് ഞങ്ങളെല്ലാവർക്കും ഉള്ളൊരു വീക്ക്നെസ്സാണ്. പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ കുടിച്ചിട്ടില്ലെങ്കിലും എന്തോ ഒരു മിസ്സിങ് ആയ പോലെയാണ്. അപ്പോൾ അവിടുന്ന് പോണ വഴിക്ക് തന്നെയാണ് നമ്മൾ MR ബേക്കറി ഉള്ളത്. അപ്പം എപ്പോഴും ഇവിടുന്ന് തന്നെയായിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട്. ഇവിടുത്തെ ഒരു കസ്റ്റമർ സർവീസൊക്കെ നല്ലതാണ്. അവിടെയുള്ള എന്താ പറയുക, മുതലാളി ഞങ്ങളെ കാണുമ്പോൾ തന്നെ ചിരിക്കും. കാരണം അവൾ പരിചയമായി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയും ഈ ഒരു ബ്രെഡ് പോക്കറ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചപ്പോൾ തന്നെ വയറങ്ങോട്ട് നിറഞ്ഞ്. പിന്നെ വേറെ ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഈ ഒരു ഐസ്ക്രീമൊക്കെ കണ്ട് വായിൽ വെള്ളം ഇറക്കിയിട്ട് നമ്മൾ മേടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തണുപ്പൊക്കെ അല്ലേ, തണുപ്പിൽ വീണ്ടും തണുപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കോൾഡൊക്കെ വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.